ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയൊരു ആശയവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ആശയം എന്താണെന്നുള്ളതല്ലേ, ഇന്നത്തെ ബിസിനസ് ഐഡിയ എന്താണെന്നുള്ളതല്ലേ. അപ്പം പറയാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ സ്റ്റേഷനറി ഐറ്റംസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പേന, പേപ്പറ്, അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേഷനറി ഐറ്റംസ്, ചെറിയ ചെറിയ പാത്രങ്ങൾ, ബോളുകൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ പല സാധനങ്ങൾക്കായിട്ട് നമ്മൾ സ്റ്റേഷനറി ഷോപ്പുകളിൽ നമ്മൾ സമീപിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സ്റ്റേഷനറി ഷോപ്പിൽ കയറാത്തതായിട്ടല്ല, എല്ലാവരും കയറിയിട്ടുണ്ടോ പല ആവശ്യങ്ങൾക്കും. അപ്പം നമുക്കൊരു സ്റ്റേഷനറി ഷോപ്പ്, അതിനെക്കുറിച്ച് ഇന്ന് ആലോചിച്ച് നോക്കിയാലോ. നല്ലൊരു സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഈ സംരംഭത്തിനകത്ത് പറയാൻ പോകുന്നത്. നല്ലൊരു കടമുറി നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു സ്റ്റേഷനറി ഷോപ്പ് ആരംഭിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അതും 1 ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ 1 മുതൽ 2 ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്റ്റേഷനറി ഷോപ്പ് ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. സ്റ്റേഷനറി ഷോപ്പിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ, പേന മുതൽ പെൻസിൽ മുതൽ അല്ലെ ഇറേസർ മുതൽ നോട്ട്ബുക്കുകൾ, ചാർട്ടുകൾ, അവർക്ക് പഠിക്കാൻ വേണ്ട നോട്ട്സുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് സ്റ്റേഷനറിയിൽ ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ്, നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ, പലചരക്ക് സാധനമല്ല ഉദ്ദേശിച്ചത്, ചെറിയ പാത്രങ്ങളായിക്കോട്ടെ, ടിഫിൻ ബോക്സുകൾ, അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഈ സ്റ്റേഷനറി ഷോപ്പിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ഫണ്ട് ലഭ്യതയും നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്നും അനുസരിച്ചിട്ടായിരിക്കണം അത് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഷോപ്പ് ഏത് ലൊക്കേഷനിലാണ്, നിങ്ങൾക്ക് അവിടെ കോമ്പറ്റീറ്റർമാരുണ്ടോ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സ്കൂൾ, ഒരു 2-3 സ്കൂളുകളുണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂളല്ല 2 സ്കൂളുകൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ലൊക്കേഷൻ, നിങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ്റെ ചുറ്റുവട്ടത്ത് ഒരു സ്കൂളുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട് ബുക്കുകൾ, പേപ്പറുകൾ, പേനകൾ, അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തയ്യാറാക്കാൻ പറ്റും. അവിടെ തന്നെ നിങ്ങളുടെ ഷോപ്പിൽ തയ്യാറാക്കി വയ്ക്കുക. രണ്ടാമത് ബാഗുകൾ, കുടകളൊക്കെ നിങ്ങൾക്ക് അവിടെ സ്പെയറായിട്ട് അഡീഷണലായിട്ട് നിങ്ങൾക്ക് അവിടെ ഇതിനോടൊപ്പം തന്നെ ചെയ്യാം. പിന്നെ ഫോട്ടോ സ്റ്റാറ്റ് മെഷീൻ, അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ വെക്കണം ഒരു ഷോപ്പിൽ, അത് അത്യാവശ്യമാണ്. പലപ്പോഴും കുട്ടികളൊക്കെ ദൂരെ അല്ലെങ്കിൽ ഒരുപാട് അകലെയൊക്കെ പോയിട്ട് പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ആ സ്കൂളിനോട് ചേർന്ന് തന്നെ ഇതും ഉണ്ടെങ്കിൽ കുട്ടികളെല്ലാം നിങ്ങളുടെ കടയിൽ വരും. നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് വേണം, പ്രിൻ്റ് ഔട്ട് എടുക്കാം, ഫോട്ടോ സ്റ്റാറ്റ് വേണമെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാം. അതുപോലെ അതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർ നോട്ട് ബുക്കുകൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കും. ഇതൊക്കെ നിങ്ങൾ ആ ഷോപ്പിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മുടക്ക് മുതൽ മാത്രമല്ല, അതിലുപരി അതിൽ എത്രയോ ഇരട്ടി ലാഭം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. സ്കൂളുള്ള ഏരിയയിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 വർഷമല്ല, സ്കൂൾ എത്ര കാലം അവിടെ നിലനിൽക്കുന്നു അത്രയും കാലം നിങ്ങൾക്ക് ആ സ്കൂളിലെ കുട്ടികൾക്കുള്ള സാധന സാമഗ്രികൾ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കോമ്പറ്റീറ്റർമാർ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അതായത് നിങ്ങൾക്ക് എതിരായിട്ടുള്ള ആളുകൾ, വ്യവസായം നടത്തുന്ന മറ്റുള്ളവർ അവിടെ ഉണ്ടോ, അവരുടെ വ്യവസായങ്ങൾ എന്തൊക്കെയാണ്, അവരവിടെ ഷോപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കണം നിങ്ങൾ. അതൊക്കെ നോക്കി വേണം നിങ്ങൾ ബിസിനസ് ചെയ്യാനായിട്ട്. ഒരിക്കലും നമ്മൾ മാർക്കറ്റ് പഠിക്കാതെ ബിസിനസ്സിന് ഇറങ്ങരുത്. ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എപ്പോഴും നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകണം. ആ പ്ലാനിങ്ങിനകത്ത് മാർക്കറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ബിസിനസ്സും, ഇതെന്നല്ല ഏതൊരു ബിസിനസ്സും നമുക്ക് സക്സസ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ സ്റ്റേഷനറി ബിസിനസ് പറഞ്ഞു വന്നത്, അവിടെ നമുക്ക് ആവശ്യ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാകണം. അതുപോലെ പബ്ലിക്കായിട്ടുള്ള ആളുകൾ വരും. ചിലപ്പോൾ അവർക്ക് കുറേ പേപ്പറുകളായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എൻവലപ്പുകളായിരിക്കും വേണ്ടത്. അതെല്ലാം നമ്മളവിടെ ഉറപ്പാക്കുക. അത് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ തൊട്ട് മുകളിലോട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ അതിനനുസരിച്ചുള്ള സാധനങ്ങളും ഉറപ്പ് വരുത്തണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മാർക്കറ്റ് വിലയിരുത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല, നല്ല വരുമാനം ഉണ്ടാക്കാം. ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഇത്ര രൂപയാകും. ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊന്നും നമ്മളിപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് റെൻറ്റിൽ കിട്ടും. അത് കൊണ്ടുവന്ന് വയ്ക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അവർക്ക് പ്രിൻ്റ് അടിക്കുന്നതനുസരിച്ച് ഇത്ര, അല്ലെങ്കിൽ ഒരു മാസത്തേക്കിന് ഇത്ര എന്നും പറഞ്ഞാണ് റെൻ്റലിൽ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിലും ചെയ്യാം. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും റെൻ്റലിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാം, അല്ലെങ്കിൽ മാർജിൻ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഏരിയ നോക്കുക, നിങ്ങളുടെ ലൊക്കേഷൻ നോക്കുക. നല്ല ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ ഏത് ബിസിനസ് ആണെങ്കിലും ശരി, അതിന് നല്ലൊരു ലൊക്കേഷൻ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ലൊക്കേഷന് ബിസിനസ്സിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ മാർക്കറ്റ് പഠിക്കുക എന്നുള്ളതിനും പ്രാധാന്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും വേണം. ഒന്ന് മാർക്കറ്റ് പഠിക്കുക, ലൊക്കേഷൻ, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം വേണം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഏത് ബിസിനസ്സുമായിക്കോട്ടെ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ സ്റ്റേഷനറി ബിസിനസ് ആണെങ്കിലും നല്ല തിരക്കേറുള്ള ഏരിയയിലായിരിക്കണം. അല്ലെങ്കിൽ ആളുകളൊന്നും വരാത്ത ഏരിയയിൽ കൊണ്ടുപോയിട്ട് സ്റ്റേഷനറി ബിസിനസ് വെച്ചിട്ട് കാര്യമില്ല, അവിടെയൊന്നും ആരും വരില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളുണ്ടെങ്കിൽ സ്കൂളിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഓഫീസുകളുണ്ടെങ്കിൽ അതിനടുത്ത് നിങ്ങൾക്ക് ഇത് വയ്ക്കാം. അവിടെ ഓഫീസുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് മെറ്റീരിയൽ കൊണ്ടുവന്ന് വയ്ക്കാം. കാരണം അവരുടെ ആവശ്യകത അനുസരിച്ച് നിങ്ങൾക്ക് ബൾക്കായിട്ട് തന്നെ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റേഷനറി ഷോപ്പുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. വീണ്ടും അടുത്തൊരു ബിസിനസ് ഐഡിയയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.